ഈ വീഡിയോ അപ്പൊ വിത്ത് നമ്മളെ ഫസ്റ്റ് പേപ്പർ ഇതൊരു ആഡ് ആയിട്ട് തന്നെ ഇതാക്കണേ അതാകുമ്പോ എല്ലാവരും വരുമല്ലോ. അല്ല ഇതിപ്പോ വിത്ത് എന്നിട്ടോ അപ്പൊ ഇടലെന്ന് എസ്റ്റിമേറ്റ് 1 വീക്കിനുള്ളിൽ ഇടോ. ഹായ്, ഐ ആം ഫാത്തിമ സമീർ, ഹൈഫ ഹാഷിം, ഹാല ഷുക്കു, ഫാത്തിമ ഫിദ. നമ്മളിവിടെ പറയുന്നത് നമ്മൾ ACCA ജേർണിയാണ്. വി ആർ ഫ്രണ്ട്സ്. നമ്മൾ വന്നത് ഒരുമിച്ചായിരുന്നു. ഐ മീൻ ഇവിടെ വന്ന് ഫ്രണ്ട്സ് ആയതാണ്. പിന്നെ ഞാനും ഫിദ ആദ്യം കസിൻസ് ആയിരുന്നു. ഇവർ +2 ഫ്രണ്ട്സ് ആയിട്ട് വന്നതാണ്. ഇവിടെ നിന്ന് നല്ല ഫ്രണ്ട്സായി. ഓരോ പേപ്പർ എടുത്താലും നമുക്ക് അത്രയും പറയാനുണ്ട്. പറഞ്ഞു ഇവിടെ നമുക്കൊരു ഗ്ലോബൽ റാങ്ക് കൂടി ഉണ്ട് നമ്മുടെ ടീമില്. ഞാൻ കേറുമ്പോ നല്ല സിമ്പിളാന്നാ വിചാരിച്ചത്, പക്ഷെ എത്തിയ എനിക്ക് മനസ്സിലായി സിമ്പിൾ അല്ല. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിന്റെ ടൈമും ഫുൾ ഡാർക്ക് അങ്ങനത്തെ അവസ്ഥയിലുണ്ടാവില്ല. ഞാൻ പൊതുവെ നിങ്ങളെ തന്നെ വിളിക്കൽ എക്സാമിന്റെ ടൈം. ഇവളാണ് നമുക്കൊരു ഇതൊക്കെ എല്ലാ ക്വസ്റ്റ്യനും ആൻസർ ഉണ്ടാവും. അമ്മനെ ഇങ്ങനെ വണ്ടർ അടിക്കുവൊക്കെ അങ്ങനെ എല്ലാത്തിനും ആൻസർ കിട്ടുന്നു. നമ്മളും ക്ലാസ്സസ് അങ്ങനെ ശ്രദ്ധിക്കുകയും ചെയ്യില്ല. പക്ഷെ ഇവളും തീരെ ഇവിടെ ശ്രദ്ധിക്കില്ല. ഞാനല്ല നിന്റെ ഇപ്പൊ ഇരിക്കല്. നമ്മള് ക്ലാസ്സിന്റെ സമയത്ത് നമ്മൾ 4 ആൾ സംസാരിക്കണം. എപ്പം സാർ നമ്മളോട് പറയലുണ്ട് അങ്ങനെ. ശ്രദ്ധിക്കും ചെയ്യും. എന്നിട്ട് ഫിദയാണ് തീരെ ശ്രദ്ധിക്കാണ്ടിരിക്കാം. എന്നിട്ട് നമ്മളെ എക്സാമിന്റെ ടൈമിൽ നമുക്ക് അത്ര ഡൗട്ട് വരും. അന്നേരം നമ്മൾ ഫിദിനോട് ചോദിക്കുമ്പോൾ ഫിദക്ക് എല്ലാം കിട്ടും. മാഷാഅല്ലാഹ്. അതുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പിനൊരു പവർ. ഇപ്പൊ ഞാൻ വിളിച്ചിട്ട് ഡൗട്ട് ചോദിച്ചാൽ ഞാൻ പറയും ഫിദനോട് ചോദിച്ചാൽ മതി, പ്രശ്നമില്ല, പറഞ്ഞുതരും. നമുക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അവള് പറഞ്ഞുതരും ഇങ്ങനെയാന്നിങ്ങനെ. ഓളിങ്ങനെ അവിടുന്ന് ഇവിടുന്ന് കേട്ടതൊന്നല്ല, ഓൾക്ക് ഇങ്ങനെ നല്ല കറക്റ്റ് ഐഡിയ ഉള്ള പോലെ തന്നെ ഓള് പറഞ്ഞുതരും. അതിനായിട്ട് ട്രൈ ചെയ്യും. നമുക്ക് പറഞ്ഞുതരാൻ വേണ്ടിട്ടും ട്രൈ ചെയ്യും. നമ്മൾ 4 പേരും ഫസ്റ്റ് പേപ്പർ മുതലേ ഒന്നിച്ചിട്ടാണ്. ഇപ്പൊ 9 പേപ്പേഴ്സ് കംപ്ലീറ്റ് ആയി അൽഹംദുലില്ലാ. കഴിഞ്ഞ മാർച്ച് സെഷനിൽ നമ്മൾ 4 പേരും പാർട്ട് ക്വാളിഫൈഡ്സ് ആയി. ഇവിടുത്തെ ഏറ്റവും കൂടുതൽ പറയേണ്ടത് ഫാക്കൽറ്റീസ് ആണ്. ഇവിടുത്തെ എല്ലാം നല്ല ബെസ്റ്റ് ഫാക്കൽറ്റീസിനെയാണ് നമുക്ക് കിട്ടിയത്. ഈ പാസ്റ്റ് 9 പേപ്പേഴ്സിന് നല്ലൊരു ഫാക്കൽറ്റി പൂളിനെയാണ് നമുക്ക് കിട്ടിയത്. ടീച്ചിങ് ആണെങ്കിലും എല്ലാവരുടെയും ലെക്ചർ നോട്ട്സ് ആണെങ്കിലും ഇറ്റ്സ് ഗുഡ്. പിന്നെ IIM എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടുത്തെ മെൻറ്റേഴ്സ് ആണ്. നമുക്ക് 24/7 അപ്രോച്ചബിൾ മെൻറ്റേഴ്സ് ഇവരുണ്ട്. നമ്മൾക്ക് എന്ത് ഡൗട്ട് വന്നാലും നമുക്ക് അവിടെ പോവാ, ചോദിക്കുക, ദേ വിൽ ക്ലിയർ അവർ ഡൗട്ട്. അതുപോലെ തന്നെ ഇവിടെ ഓൾ ദ ടൈം ഇവിടെ ഓപ്പൺ ആണ്. സൺഡേ വരെ ഇവിടെ ഓപ്പൺ ആണ്. നമുക്കിവിടെ വരാം, പഠിക്കാം. അറ്റ് ദ സെയിം ടൈം നമുക്ക് ഇവിടെ എന്തെങ്കിലും ഡൗട്ട് വന്നാൽ ദർ ഇസ് മെൻറ്റർ അവൈലബിൾ. സോ ഐ തിങ്ക് ഇറ്റ്സ് എ വെരി ഗുഡ് തിങ് അബൌട്ട് IIM. എല്ലാവരും നല്ലേനു. ടോണി സാർ ആയാലും എല്ലാവരും 9 പേപ്പർ വരെ നമുക്ക് ബെസ്റ്റ് ഫാക്കൽറ്റിനെ കിട്ടിയത്. അത് IIM കൊണ്ട് മാത്രമാണ്. പിന്നെ ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ആയാലും പിന്നെ ക്ലാസ് കഴിഞ്ഞാൽ അവർ സ്റ്റഡി പ്ലാൻ തരും. അതിലും ഇങ്ങനെ കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അത്രയും നല്ലതെന്ന്. പിന്നെ ഇവിടെ ഏറ്റവും നല്ലൊരു കാര്യം എന്താണെന്ന് എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ എല്ലാ ഫാക്കൽറ്റീസും ഒരു ലെക്ചർ നോട്ട് പ്രൊവൈഡ് ചെയ്യും. അത് അതിൽ റെലവൻ്റ് ആയ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ ഓവർ വലുതൊന്നും ആയിരിക്കില്ല. അപ്പോൾ പഠിക്കാനും സിമ്പിളായിട്ട് തോന്നും. പിന്നെ IIMന്റെ മാനേജ്മെന്റ് ടീം എപ്പോഴും ക്യാബിനിൽ ഉണ്ടാവും. നമുക്ക് അവിടെ പോവാം, അവരായിട്ട് നല്ല ഇൻഫോർമൽ ആയിട്ട് തന്നെ സംസാരിക്കാം. അങ്ങനെ നമ്മൾ മാനേജ്മെന്റ് ആണ്, നിങ്ങൾ നമ്മളോട് അങ്ങനെ സംസാരിച്ചുകൂടാ, അങ്ങനെയൊന്നുമില്ല. നമുക്ക് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ബഷീർ ഖാനോട് പറയാ, ബഷീർ ഖാൻ വിൽ സോൾവ് ഇറ്റ്. ബഷീർക്കൊക്കെ ഒരു ഇതുണ്ടാവും. ബഷീർക്ക് ഭയങ്കര മോട്ടിവേഷൻ ഭയങ്കര ബഷീർ ഖാൻ നമ്മ പേപ്പർ ഫസ്റ്റ് തുടങ്ങിയ മുതലേ പറയുന്നുണ്ട് ഡബിൾ പേപ്പേഴ്സ് എടുക്കുക. പക്ഷെ നമ്മളത് ട്രൈ ചെയ്തിട്ടില്ല, ബിക്കോസ് നമുക്ക് അതിന്റെ കാലിബർ ഉണ്ടെന്ന് നമുക്ക് തോന്നുന്നില്ല. പക്ഷെ ബഷീർക്ക് അപ്പോഴും പറയും നിങ്ങൾ 2 പേപ്പേഴ്സ് എടുക്കുക. പിന്നെ നമുക്കും എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ നമ്മള് ബഷീർക്കാട് പോയിട്ട് പറയാം, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പറ്റുമോ, ഫാക്കൽറ്റിനോട് ഇങ്ങനെ പറയാൻ പറ്റുമോ. അപ്പൊ ബഷീർക്ക് ഓക്കെ എല്ലാം നമുക്ക് സോൾവ് ചെയ്ത് തരും. പിന്നെ നമ്മളെ ACCA ജേർണി പറയുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് തുടങ്ങിയത് FA പേപ്പർ ആയിരുന്നു. കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല, നല്ലതിൽ തന്നെ പോയി. പിന്നെ സ്കിൽ ലെവലിലേക്ക് കയറുമ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തത് FM ആയിരുന്നു. അപ്പം എല്ലാവരും പറഞ്ഞിട്ടുണ്ടായിരുന്നു FR എടുക്കാണ്ട് FM എടുത്താൽ മനസ്സിലാവില്ല അത്. പക്ഷേ ടോണി സാറായിരുന്നു ഫാക്കൽറ്റി. പിന്നെ ബഷീർക്കെല്ലാം പറഞ്ഞ് അതൊന്നും പ്രശ്നമൊന്നുമില്ല, അങ്ങനെയൊന്നും പ്രശ്നമില്ല. പിന്നെ നമ്മൾ FM എടുത്തു, അങ്ങനെ എല്ലാം പോയി.
നമ്മൾക്ക് ഫസ്റ്റ് FA പേപ്പർ ആയിരുന്നു ഉണ്ടായിരുന്നത്. അപ്പം സയൻസ് ഫീൽഡിൽ നിന്ന് വന്നോണ്ട് എന്നുള്ള ഇതുകൊണ്ട് നമുക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ ഇവിടെ സയൻസാ, ഇവർ രണ്ടാളും കൊമേഴ്സ്. അപ്പൊ ഇവർക്ക് പ്രശ്നമില്ല, ഇവർക്ക് ക്വസ്റ്റ്യൻ തരുമല്ലോ ഇവര് വേ ചെയ്യും, അവരവിടെ കാണിക്കും. നമുക്കിങ്ങനെ എന്താ ഡെബിറ്റ് എന്താ ക്രെഡിറ്റ് ഒന്നും മനസ്സിലാവൂല. അപ്പൊ നമ്മ ഇവരോട് ചോദിക്കും, അവർ നമുക്ക് പറഞ്ഞുതരും. അപ്പൊ സ്റ്റാർട്ടിങ്ങിലെല്ലോ ഡിഫിക്കൽട്ട് ആയിരുന്നു. പുതിയതായ ഒരു സാധനം പഠിക്കുമ്പോൾ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടായിരുന്നു. ബട്ട് നമ്മ അത് ഓവർകം ചെയ്തു. പിന്നെ ഇവിടുത്തെ മെന്റേഴ്സും ഫാക്കൽറ്റീസ് എല്ലാവരും ഹെൽപ്പ് ചെയ്തു. അതുകൊണ്ടാണ് കുറച്ചും കൂടി നമ്മളെ കേസിൽ എനിക്ക് തോന്നുന്നു എനിക്ക് FA ആണ് കുറച്ചും കൂടി ടഫ് ആയിട്ട് തോന്നിയത്. ആ ഫസ്റ്റ് കയറി വന്നായിട്ടുള്ളൊരു പേപ്പർ ആയതുകൊണ്ടായിരുന്നു. നമുക്ക് ലൈക്ക് എക്സാം എഴുതിയിട്ട് വന്നപ്പം എല്ലാ എക്സാമിന് മുമ്പ് പേടി ഉണ്ടാവും, പക്ഷെ എക്സാം കഴിഞ്ഞ് വന്നപ്പോൾ നമുക്ക് ഓക്കെ ലൈക്ക് പാസ്സാവുമായിരിക്കും, അങ്ങനെ ഓരോ തോട്ട് വരുത്തുന്നുണ്ട്. പക്ഷെ നമുക്ക് PM-ന്റെ ലൈക്ക് 4 ആൾക്കും ഒരുപോലെയോ നമ്മൾ ഫെയിലാവുന്നില്ലത്. അത്ര നമ്മളിങ്ങനെ ഉറപ്പിച്ചിട്ടുണ്ട്. ഇങ്ങനെ പാരന്റ്സ് എല്ലാം പറഞ്ഞപ്പോൾ നിങ്ങൾ ഇപ്പോഴേ പഠിക്കാൻ തുടങ്ങി, അപ്പം അടുത്ത സെഷൻ എടുക്കാലോ അങ്ങനെയെല്ലാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് എവിടെയോ ലൈക്ക് നമ്മൾ അത്രയും പഠിച്ചിന്. അപ്പൊ അങ്ങനെയായിട്ടൊരു ഇതായാലോ. പിന്നെ ലൈക്ക് റിസൾട്ട് വന്ന് പിന്നെ സാറ് പറയുകയും ചെയ്ത് ലൈക്ക് 3 years ടഫ് സെഷൻ ആയിരുന്നു അത്. ജനറലി ഒരു മിസ്കോൺസെപ്റ്റ് ഉണ്ട്, ലൈക്ക് സയൻസ് എന്ന് വന്നാൽ ഈ കോഴ്സ് ആവോ അങ്ങനെയെല്ലാം. പക്ഷെ ഇപ്പൊ നമ്മൾ രണ്ടാൾ കൊമേഴ്സ് ഫീൽഡ്, ഇവർ സയൻസ് ഫീൽഡാണ്. ഫസ്റ്റ് പേപ്പറിൽ ഇവർക്ക് ഉണ്ടാകും ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടായിരുന്നെങ്കിലും പിന്നെയുള്ള പേപ്പേഴ്സ് എല്ലാം സ്മൂത്ത് ആയിട്ട്, നമ്മളെക്കാട്ടി സ്മൂത്ത് ആയിട്ട് ഇവരൊക്കെ പോയിനി മാഷാഅല്ലാ. പിന്നെ എല്ലാവരും ഒരു ട്രാക്കിലായിരുന്നു 4 ആൾ. അങ്ങനെ തന്നെ, അത് വെറും മിസ്കോൺസെപ്ഷൻ മാത്രമാണ്. എല്ലാവർക്കും പഠിച്ചാൽ എല്ലാവർക്കും ഒരുപോലെ തന്നെ പാസ്സാകാൻ പറ്റും. ഹാർഡ് വർക്കും എഫേർട്ടൊക്കെ ഇടണം, എന്നാ കിട്ടും. നമ്മൾ ലൈക്ക് വീട്ടിൽ നിന്നാണ് കൂടുതലും പഠിക്കല്. പക്ഷെ എന്നാലും നമ്മൾ ഇടയ്ക്ക് ലൈക്ക് അധികം ഡൗട്ട് വരുമ്പോഴെല്ലാം നമ്മൾ ഇവിടത്തേക്ക് വരുത്തുന്നുണ്ട്. ഇവിടെ ഈവൻ പബ്ലിക് ഹോളിഡേയിൽ പോലും ഇവിടെ ലൈക്ക് ഓപ്പൺ ആയിരിക്കും. ആൻഡ് 24/7 നമുക്ക് ഇവിടെ പഠിക്കാം. ലൈക്ക് എല്ലാ ഫെസിലിറ്റിയും ഓൺ ആയിരിക്കും ആ ടൈം. I would suggest every students the IM studies for their professional studies because എനിക്കിത് ഓക്കെ ആണ്, എനിക്ക് മാത്രമല്ല ഇപ്പോൾ ഇതാ my friends are okay with too. So I think IM is the best choice for professional studies. നമ്മൾ ACCA ഫസ്റ്റ് പേപ്പർ മുതൽ തന്നെ ഒരുമിച്ചാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇപ്പോൾ 9 പേപ്പേഴ്സ് ACCA പാർട്ട് ക്വാളിഫൈസ് ആയി. നമ്മൾ രണ്ടുപേരും സയൻസ് ബാക്ക്ഗ്രൗണ്ടും ഇവർ രണ്ടുപേരും കൊമേഴ്സ് ബാക്ക്ഗ്രൗണ്ടും ആണ്. അപ്പൊ സാലി സാർ പറയുന്ന പോലെ തന്നെ റിസൾട്ടാണ് IM-ന്റെ ഉറപ്പ്.